നിർത്താതെ മഴ പെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഇടുക്കി. ഇപ്പോൾ കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ട. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് ഇന്ന് സാധ്യതയുള്ളത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതായത് മുന്നറിയിപ്പില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്ന് ചുരുക്കം. അപ്പോൾ നേരത്തെ ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ജെയിനിസ് രാജു നമുക്കിപ്പം ചേരുകയാണ്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ ശക്തമായ മഴ ഏതൊക്കെ മേഖലകളിലാണ് ജെയിൻ ഉള്ളത്? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്ത്? മലയോര മേഖലകൾ ഡാമൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന സമയം, അതുകൊണ്ടുകൂടി ജാഗരൂകരായിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം? മോത്തി, മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാര്യമായിട്ടുള്ള നാശനഷ്ടമൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ മഴ ലഭിക്കുന്നത് ലോ റേഞ്ചിലാണ്. പ്രത്യേകിച്ച് തൊടുപുഴ, ഉടുമ്പന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് മഴ കൂടുതൽ ലഭിക്കുന്നത്. ഇപ്പോൾ രാവിലെ ലഭിച്ച കണക്ക് പ്രകാരം ഇടുക്കി ജില്ലയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് 50 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചത്. അത് തൊടുപുഴയ്ക്ക് സമീപം ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ ഇന്നലെ മുതൽ ഏതാണ്ട് ഇടവേളകളില്ലാതെ ശക്തമായ മഴ ലഭിക്കുന്നു. അതിശക്തമായ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഇടവിട്ട് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വേനൽ മഴ നല്ല രീതിയിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമുകളിലെ ജലനിരപ്പൊക്കെ കുറവാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക് കാലവർഷമായി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ആശങ്കയ്ക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഡാമിലെ ജലനിരപ്പ് വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ വലിയ മഴകൾ ലഭിച്ചാൽ പോലും ഡാമിലെ ജലനിരപ്പ് ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും ഈ അടുത്ത ദിവസങ്ങളിലോ ഒന്നും ഉയരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ ഒരു മാസമൊന്നും അങ്ങനെ ഒരു ആശങ്കയ്ക്കുള്ള അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയാം. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറവാണ്. ഇപ്പോൾ ആകെ തുറന്നു വെച്ചിരിക്കുന്നത് മലങ്കര ഡാം മാത്രമാണ്. മലങ്കര ഡാമിൽ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. അതുകൊണ്ടാണ് മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തൊടുപുഴയാറിൽ ഇത്രത്തോളം വെള്ളമുള്ളത്. പക്ഷേ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം മലയോര മേഖലയിൽ ഈ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണുണ്ടാകുന്ന അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി മേഖലയിൽ ഈ ഏലത്തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാരണം മരത്തിൻ്റെ ശിഖരമൊക്കെ ഈ മഴ കൊണ്ട് തന്നെ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിലൊക്കെ നിരവധി മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തവണ ആ കാര്യത്തിലും ജാഗ്രത പാലിക്കണം. ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഈ ഓറഞ്ച് അലേർട്ട് പോലെയുള്ള അലേർട്ടുകളുള്ള സമയത്ത് ഈ തോട്ടം തൊഴിലാളി മേഖലയിലെ തൊഴിൽ നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് 2 ദേശീയപാതകളാണ് മലയോര മേഖലയിലൂടെ കടന്നു പോകുന്നത്. അത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും അതോടൊപ്പം തന്നെ ദേശീയപാത 183-മാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. മൂന്നാർ വരെയുള്ള ഭാഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഈ 14 കിലോമീറ്ററാണ്. നേര്യമംഗലം മുതൽ വാളർ വരെയുള്ള ഭാഗത്ത് അവിടെ മരം വീണുണ്ടാകാനുള്ള അപകട സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ഒരു വശത്ത് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ അവിടെ മണ്ണ് തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഴയത്ത് അതൊക്കെ ഇടിഞ്ഞ് റോട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നവർ ശക്തമായ മഴയുള്ള സമയത്ത് യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ജാഗ്രത പുലർത്തി മാത്രം ആ വഴിയിലൂടെ പോവുക. അതോടൊപ്പം തന്നെ ദേശീയപാത 183 ഉണ്ട്, 35-ാം മൈൽ മുതൽ. അതോടൊപ്പം തന്നെ പീരുമേട് വരെയുള്ള ഭാഗം, ഇവിടെ ഈ കുട്ടിക്കാനം വരെയുള്ള ഭാഗത്ത് ഇടയ്ക്ക് വലിയ പാറക്കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഈ മഴ അല്ലെങ്കിൽ കഴിഞ്ഞ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ അത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. മറ്റ് ചെറു ഡാമുകളിലൊന്നും ഇതുവരെ ജലനിരപ്പ് ഉയർന്ന ഷട്ടറുകൾ ഉയർത്തുന്നത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പും ലഭിച്ചിട്ടില്ല. വിനോദസഞ്ചാര മേഖലയിലും യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. മൂർത്തി. ശരി, ജെയിനിസ് രാജുവാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.